നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്ത ബോയയുടെ MM1 എന്ന് പറഞ്ഞ ഈ ചെറിയ ഷോർട്ട് ഗൺ മൈക്ക് ഞാനിപ്പോൾ ക്യാമറയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കേട്ടിരിക്കുന്നത് ബോയയുടെ MM1 എന്ന് പറഞ്ഞ മൈക്ക് എൻ്റെ Canon 200D2 കണക്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതിന് വോയിസ് കുറച്ച് എൻഹാൻസ് ചെയ്ത് നല്ലൊരു വോയിസ് ആയിരിക്കും വരുന്നതെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഹലോ ആൻഡ് വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ അൺബോക്സ് ചെയ്യുന്നത് ബോയയുടെ MM1 എന്ന് പറഞ്ഞ ചെറിയ ഷോർട്ട് ഗൺ മൈക്കാണ്. നമുക്ക് ക്യാമറയുടെ പുറത്ത് തന്നെ ഫിക്സ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അത് മൊബൈൽ ഫോണിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ. ഞാനിത് എടുത്ത റീസൺ എന്ന് വെച്ചാൽ പുറത്തെങ്കിലും വീഡിയോ ഔട്ട്ഡോർ എന്തെങ്കിലും ഷൂട്ട് ചെയ്യുമ്പോൾ ഈ ക്യാമറയുടെ ഉള്ളിൽ തന്നെയുള്ള മൈക്കാണെങ്കിൽ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് അതിൻ്റെ അകത്ത് റെക്കോർഡ് ചെയ്യും, നമ്മൾ വോയിസ് ഒന്നും എൻഹാൻസ് ചെയ്ത് വരില്ല. അപ്പോൾ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടാണ് ഈ പറയുന്ന ചെറിയ ഷോർട്ട് ഗൺ മൈക്ക് ഞാൻ ഓർഡർ ചെയ്ത്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്ത്. ഇതിപ്പോൾ വന്ന ആ കണ്ടീഷനിൽ തന്നെ ഇരിക്കുന്നതാണ്. നമുക്ക് ഈ വീഡിയോയിൽ ഇത് അൺബോക്സ് ചെയ്തിട്ട് ഇത് ക്യാമറയിൽ കണക്ട് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അറൗണ്ട് 1800 റുപ്പീസാണ്, അതായത് 2000 റുപ്പീസിൽ താഴെ. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ വളരെ നല്ല പെർഫോമൻസാണ് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ നല്ലൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ റോഡിൻ്റെ വീഡിയോ മൈക്രോ എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്. അതിന് ഏകദേശം 5400 റുപ്പീസ് വരുന്നത്. അതാണ് ആ ഒരു ബഡ്ജറ്റ് കാറ്റഗറിയിൽ വരുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമിങ് ഷോർട്ട് ഗൺ മൈക്സ് ചെറുത്. പക്ഷേ അതിൻ്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഇതും ഓൾമോസ്റ്റ് സെയിം മോഡൽ തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പെർഫോമൻസ് ഞാൻ ഇതുവരെ അന്വേഷിച്ചിടത്തോളം അതുപോലെ റിവ്യൂസിലൊക്കെ കണ്ടത് ഓൾമോസ്റ്റ് അതായിട്ട് മാച്ച് ചെയ്യുന്ന തന്നെ അത്രയും നല്ല പെർഫോമൻസാണ് ഇതിൽ കിട്ടുന്നത്. പിന്നെ കുറച്ച് കാര്യങ്ങളിൽ റോഡിലെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിൻഡി ആയിട്ടുള്ള ലൊക്കേഷൻസ് ചെല്ലുമ്പോൾ, ഇപ്പോൾ ബീച്ചിലോ അല്ലെങ്കിൽ ഭയങ്കര കാറ്റുള്ള സ്ഥലത്ത് ചെല്ലുമ്പോൾ റോഡ് നമ്മൾ രണ്ടിലും വിൻ മഫും ഡെഡ് കാറ്റൊക്കെ വെച്ചാലും റോഡ് കുറേ കൂടി കാറ്റിൻ്റെ വിൻ നോയ്സ് ക്യാൻസലേഷൻ കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യും. അതുപോലെ തന്നെ ഭയങ്കര ഷെയ്ക്കി ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ, ക്യാമറ നന്നായിട്ട് ഇളകുന്നൊരു സിറ്റുവേഷൻ, ഇപ്പോൾ നമ്മളൊരു ജീപ്പിൻ്റെ അകത്ത് പോകുന്ന ക്യാമറ പിടിക്കണമെങ്കിൽ അത്ര ഷെയ്ക്കി ആയിട്ടുള്ള സിറ്റുവേഷനിലാണെങ്കിൽ റോഡ് കുറച്ചുകൂടി നന്നായിട്ട് പെർഫോം ചെയ്യും. അപ്പോൾ ഈ ഒരു അഡീഷണൽ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ നമ്മളൊരു വീഡിയോ എടുക്കാനാണെങ്കിൽ ഈ പറയുന്ന ബോയയുടെ തന്നെ ധാരാളമാണ്. അറൗണ്ട് 2000 റുപ്പീസ് പ്രൈസ് റേഞ്ചിൽ ഒരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വളരെ നല്ലൊരു ഓപ്ഷനാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം പാഴാക്കാതെ ഇത് അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. പിന്നെ അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നമുക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം പാഴാക്കാതെ ഇതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഈ പാക്കിങ് നമുക്ക് എത്രയും പെട്ടെന്ന് അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു പാക്കിംഗാണ് വരുന്നത്. ഓക്കെ, ഇത് എന്താണ്? ഓക്കെ, ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ പാക്കിങ്ങിൽ വരുന്നത് ദിസ് ഇസ് റീസൈക്കിൾ പേപ്പർ. സാധാരണ ബബിൾ റാപ്പ് ഉപയോഗിക്കുന്ന റീസൈക്കിൾ പേപ്പറാണെന്ന് പറഞ്ഞത്. പിന്നെ അതിൻ്റെ ഒരു ഇൻവോയ്സ് ഉണ്ട്. ഇതിൻ്റെ പ്രൈസ് 1820 ആണ് അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് വന്നിരിക്കുന്ന പാക്കിങ്. ഇതാണ് ഇതിൻ്റെ ബോക്സ്. ഇതിൻ്റെ അകത്ത് ഇവിടെ കുറച്ച് ചൈനീസിലൊക്കെ എഴുതുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി ചൈനീസ് പ്രോഡക്റ്റ് തന്നെയാണ്. പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഇരുന്ന് കമ്പാറ്റബിൾ വിത്ത് സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്സ്, DSLR, ബാക്കിയുള്ള ഇൻഫർമേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കവർ പ്രൈസ് കൊടുത്തിരിക്കുന്നത് നോക്കട്ടെ, 2995 റുപ്പീസാണ് ഇതിൻ്റെ കവർ പ്രൈസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് 1000 റുപ്പീസ് ഓഫ് എന്ന് പറയാം. പക്ഷേ ഇലക്ട്രോണിക് പ്രോഡക്റ്റ്സ് എല്ലാം നമുക്കറിയാവുന്ന പോലെ തന്നെ കവർ പ്രൈസ് സ്ലൈറ്റ്ലി ഹയർ ആയിരിക്കും. അപ്പോൾ ഇത് തുറന്ന് കഴിയുമ്പോൾ നോക്കട്ടെ, ഓക്കെ, ഇങ്ങനത്തെ മൈക്ക് വെക്കാവുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു പാക്കിംഗ് ആണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് യൂസ് ചെയ്ത് വരുമ്പോൾ ഇത് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഇതൊരു സ്റ്റോർ ചെയ്യാനായിട്ട് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഓക്കെ, പിന്നെ എൻ്റെ മൈക്കിൽ അതിൻ്റെ ഡെഡ് കാറ്റോടൊപ്പം തന്നെ ഈ ഒരു സംഭവത്തിനെ നമ്മൾ ഡെഡ് കാറ്റ് എന്ന് പറയും, വിൻ മഫ് എന്ന് പറയും, വിൻഷീൽഡ് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ മൈക്ക് ഫെയർ എന്നും പറയും. കണ്ടിട്ട് ഒരു നല്ല ഹൈ ക്വാളിറ്റി ഉള്ള ഒരു ഡെഡ് കാറ്റാണ് നമുക്ക് കിട്ടിയിരുന്നത്. പിന്നെ മൈക്കിൻ്റെ ക്വാളിറ്റി അത്യാവശ്യം നല്ലതാണ് കേട്ടോ. ഇത് നല്ല ഹൈ ക്വാളിറ്റി മെറ്റൽ ബിൽഡാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇത് മെറ്റൽ ബിൽഡാണ്. അപ്പോൾ ഈ ഒരു പ്രൈസിൽ ഇങ്ങനത്തെ നല്ലൊരു ക്വാളിറ്റി കിട്ടുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ 2 ബോയയുടെ സ്റ്റിക്കേഴ്സ് ഉണ്ട്, നമ്മുടെ ഐഫോണിലൊക്കെ ആപ്പിളിൻ്റെ സ്റ്റിക്കേഴ്സ് കിട്ടുന്ന പോലെ. പിന്നെ ഇതിവിടെ മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് മെയിൻ ഐറ്റം. അത് അത്യാവശ്യം നല്ല സ്റ്റേഡി ആയിട്ടുള്ള ഡിസൈനാണ്. പിന്നെ ഇതാണ് ഇതിൻ്റെ ക്യാമറയിലേക്ക് ഫിക്സ് ചെയ്യുന്നൊരു ഹോൾഡർ. ഇതൊരു പ്ലാസ്റ്റിക് സെറ്റപ്പാണ്. ഇപ്പോൾ റോഡിൻ്റെ ആണെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻറ്റേജ്, കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈനാണ്. ആ റോഡിൻ്റെ പോലെ തന്നെ റെഡ് കളർ ഡിസൈനും, പിന്നെ അതുപോലെ തന്നെ റോഡിൻ്റെ കേബിൾ റെഡാണ്. പക്ഷേ ഇത് റെഡ് അല്ല, ഇത് ബ്ലാക്ക് കേബിളാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഡയറക്റ്റ്ലി ക്യാമറയിലേക്ക് അറ്റാച്ച് ചെയ്യാനുള്ള ഇപ്പോൾ ക്യാമറയിൽ ഒരു മൈക്രോഫോൺ ഇൻപുട്ട് ഉണ്ടെങ്കിൽ ഇത് കണക്ട് ചെയ്തിട്ട് നമുക്ക് മൈക്രോഫോൺ ഇൻപുട്ടിലേക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഇതാണ് ഫോണിൽ കണക്ട് ചെയ്യുന്നത്. അതെ, ഇപ്പോൾ ഇതിന് സ്മാർട്ട് ഫോൺ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ സ്മാർട്ട് ഫോണിൻ്റെ
ഓൾറെഡി ഉള്ള ആ ഒരു ഹെഡ്ഫോൺ 3.5mm ഓഡിയോ ജാക്കിലേക്ക് ഇത് കണക്ട് ചെയ്താൽ മതി. പിന്നെ ഐഫോണിലാണെങ്കിൽ അതിൻ്റെ 3.5mm ഓഡിയോ ജാക്ക് ടു ലൈറ്റ്നിങ് കൺവേർട്ടർ വേറെ വാങ്ങിക്കേണ്ടി വരും. പിന്നെ ഇതാണ് ഇതിൻ്റെ ഒരു അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കൈൻഡ് ഓഫ് ഒരു ഫേക്ക് ലെതറാണ്, എന്നാലും നല്ലൊരു കവറും ഉണ്ട് ഇത് സ്റ്റോർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ സിലിക്ക ജെല്ലുണ്ട്, ഇത് ഡ്രൈ ആയിട്ട് സൂക്ഷിക്കാനായിട്ട്. അപ്പോൾ ബേസിക്കലി കവറിൻ്റെ ഒപ്പം തന്നെ ഈ സിലിക്ക ജെല്ല് ഇടണമെങ്കിൽ ഒരു ഡ്രൈ കണ്ടീഷനിൽ ഇത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ കൊള്ളാം സംഭവം ഏതായാലും. അപ്പോൾ ടു ബി ഓണസ്റ്റ് ഈ ഒരു പ്രൈസിൽ 1800 റുപ്പീസിൻ്റെ പ്രൈസിൽ വളരെ നല്ലൊരു ഓപ്ഷനാവുന്നിരിക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെയാണ് ഇതിലേക്ക് ഫിക്സ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം സൂക്ഷിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓൺലൈനൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണെങ്കിൽ റിറ്റെയിൽ നെറ്റ് എന്ന് പറഞ്ഞ സെല്ലറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക, അതുപോലെ ആമസോണിൽ നിന്നാണെങ്കിൽ ക്ലൗഡ് ടെയിൽ എന്ന് പറഞ്ഞ സെല്ലറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക. ഞാൻ പ്രൊമോട്ട് ചെയ്യണമല്ല, ഈ രണ്ട് സെല്ലേഴ്സ് എന്ന് വെച്ചാൽ ബേസിക്കലി ക്ലൗഡ് ടെയിൽ എന്ന് പറഞ്ഞാൽ ആമസോൺ തന്നെയാണ്. അതുപോലെ ഫ്ലിപ്കാർട്ടിൽ റിറ്റെയിൽ നെറ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലിപ്കാർട്ട് തന്നെയാണ് ബേസിക്കലി. വേറെ സെല്ലേഴ്സിൻ്റെ അടുത്ത് നിന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫേക്ക് പ്രോഡക്ട്സ് ചിലപ്പോൾ കിട്ടാവുന്നതാണ്. ഇപ്പോൾ ഓൺലൈൻ ഒരുപാട് ഫേക്ക് പ്രോഡക്ട്സ് ബോയുടെ വരുന്നുണ്ട്. അതിൻ്റെ ഈ മൈക്കിൻ്റെ ഈ സ്റ്റാൻഡ്, റെഡ് കളർ സ്റ്റാൻഡ് അതിലേക്ക് ഫിക്സ് ആയ പോലും ചെയ്യില്ല, പക്ഷെ കണ്ടാൽ ഏകദേശം ഇതുപോലെ ഇരിക്കും. പെർഫോമൻസ് വളരെ മോശമാണ്. അപ്പോൾ ലക്ലി ഏതായാലും എനിക്ക് നല്ലൊരു ഒറിജിനൽ പീസ് തന്നെ കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ നമുക്കിത് ക്യാമറയിൽ അറ്റാച്ച് ചെയ്തിട്ട് ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്ത് ബോയുടെ MM1 എന്ന് പറഞ്ഞ ഈ ചെറിയ ഷോർട്ട് ഗൺ മൈക്ക് ഞാനിപ്പോൾ ക്യാമറയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങളിപ്പോൾ കേട്ടിട്ടിരിക്കുന്ന വോയിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കണ്ടൻസർ മൈക്ക് റെക്കോർഡ് ചെയ്തിട്ടിരിക്കുന്ന വോയിസാണ്. അതിൽ ഞാനിപ്പോൾ വിൻഫെയർ കണക്ട് ചെയ്തിട്ടില്ല, ഈ പറയുന്ന ഡെഡ് ക്യാറ്റ് അതിലേക്ക് കണക്ട് ചെയ്തിട്ടില്ല. അതല്ലാതെ നമുക്കിപ്പോൾ ബോയയുടെ ഇപ്പോൾ കണക്ട് ചെയ്ത മൈക്കിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ഈ ഒരു ഇൻഡോർ സിറ്റുവേഷനിൽ എന്തുകൊണ്ടും കണ്ടൻസർ മൈക്ക് തന്നെ ആയിരിക്കും ബെറ്റർ, പക്ഷേ ഔട്ട്ഡോർ പോകുമ്പോഴായിരിക്കും കുറച്ചും കൂടി നന്നായിട്ട് ബോയുടെ മൈക്ക് പെർഫോം ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഔട്ട്ഡോർ റൂം ഇതും കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ, അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ബോയുടെ മൈക്ക് നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്. ഞാനിപ്പോൾ ബോയുടെ മൈക്ക് സ്വിച്ച് ചെയ്തിട്ട് അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടിരിക്കുന്നത് ബോയുടെ MM1 എന്ന് പറഞ്ഞ മൈക്ക് എൻ്റെ Canon 200D2 കണക്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതിന് വോയിസ് കുറച്ച് എൻഹാൻസ് ചെയ്ത് നല്ലൊരു വോയിസ് ആയിരിക്കും വരുന്നതെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഡെഡ് ക്യാറ്റ് അല്ലെങ്കിൽ വിൻഫെയർ കണക്ട് ചെയ്തിട്ടില്ല. നമുക്ക് ഈ വിൻഫെയർ കണക്ട് ചെയ്തിട്ട് ബോയുടെ മൈക്കിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതായത് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടോ അതോ സെയിം തന്നെയാണോ നോക്കാം. പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കൂടുതൽ അറിയണമെങ്കിൽ ഇത് ഞാൻ മാറ്റിയിട്ട് ക്യാമറയുടെ ഇന്റേണൽ മൈക്ക് വെച്ച് റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം ഈ ബോയ മൈക്കിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നുള്ളത്. ഇപ്പോൾ നമുക്ക് ഈ ഒരു വിൻഫെയറും കൂടി കണക്ട് ചെയ്തിട്ട് അതിൻ്റെ പെർഫോമൻസ് ബെറ്റർ ആകുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ ക്യാമറയിൽ ബോയുടെ MM1 മൈക്കിൻ്റെ ഒപ്പം ആ ഡെഡ് ക്യാറ്റും അത് ആ വിൻഫെയർ അല്ലെങ്കിൽ വിൻഷീൽഡ് എന്ന് പറയുന്ന സംഭവം കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വോയിസ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ടോ എന്ന് നമുക്ക് ഏതായാലും ഇപ്പോൾ കേൾക്കുമ്പോൾ അറിയാം. ഞാൻ ശബ്ദം കൂട്ടിയൊന്നും സംസാരിക്കുന്നില്ല, സാധാരണ സംസാരിക്കുന്ന പോലെ തന്നെ സംസാരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ബോയുടെ മൈക്ക് ഡിസ്കണക്ട് ചെയ്തിട്ട് ഈ പറയുന്ന Canon 200D2 അതിൻ്റെ ഇന്റേണൽ മൈക്രോഫോൺ വെച്ച് റെക്കോർഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവും. ആക്ച്വലി ഈ ഒരു മൈക്ക് ആഡ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ. ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടിരിക്കുന്നത് Canonന്റെ ഇന്റേണൽ മൈക്രോഫോണിൽ നിന്ന്, Canon 200D2 ക്യാമറയിലുള്ള അതിൻ്റെ ഇന്റേണൽ മൈക്രോഫോണിൽ നിന്നാണ് സൗണ്ട് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അത് കണ്ടൻസർ മൈക്കും ഇല്ല, ഞാനിപ്പോൾ വാങ്ങിച്ച മൈക്ക് കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുന്നുള്ളത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു അഡീഷണൽ ആയിട്ട് ഒരു 2000 റുപ്പീസ് സ്പെൻഡ് ചെയ്തിട്ട് ഈ ഒരു മൈക്ക് ആഡ് ചെയ്യണമെങ്കിൽ എന്തുകൊണ്ടും നല്ലൊരു പെർഫോമൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതായിരുന്നു ഈ മൈക്കിൻ്റെ അൺബോക്സിങ്. ഞാൻ ഈ മൈക്കിനെ ഉപയോഗിക്കുന്നതായിരിക്കും വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ മൈക്കിനെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. ഞാൻ വിതിൻ 24 hours നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള റെസ്പോൺസസ് ഞാൻ തരാം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ആദ്യമായിട്ട് ചാനൽ വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.